അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ ജമാഅത്തായി നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സമീപത്ത് നമസ്കരിക്കുന്ന ആൾ ബോധരഹിതനായോ അല്ലെങ്കിൽ കുഴഞ്ഞോ വീഴുന്നു എന്ന് കരുതുക. ഈ സമയത്ത് നാം നമസ്കാരത്തിൽ തുടരുകയാണോ ചെയ്യേണ്ടത്? സലാം വീട്ടിയ ശേഷം അയാളെ പരിചരിച്ചാൽ മതിയോ? അതല്ല ഉടനെ തന്നെ നമസ്കാരത്തിൽ നിന്ന് ഒഴിവായി ആ മനുഷ്യനെ പരിചരിക്കണോ? ഇത് പലപ്പോഴും യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട വിധി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമ്മുടെ സമീപത്ത് നിന്ന് നമസ്കരിക്കുന്ന ഒരാൾ കുഴഞ്ഞു വീഴുകയോ അത്യാപത്ത് സംഭവിക്കുകയോ ചെയ്താൽ നാം അവിടെ നമസ്കാരം ഒഴിവാക്കി ആ മരണത്തെ അഭിമുഖീകരിക്കുന്ന വേദന കൊണ്ട് പിടയുന്ന അല്ലെങ്കിൽ ബോധരഹിതനാകുന്ന, ശ്വാസം എടുക്കാൻ പ്രയാസപ്പെടുന്ന, മരണവുമായി മല്ലിടുന്ന, അത്യാഹിതം നേരിടുന്ന ആ രോഗിയെ പരിചരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതിന്റെ തെളിവായി പണ്ഡിതന്മാർ പറയുന്ന ആയത്ത് സൂറ മാഇദയുടെ 32-ാമത്തെ ആയത്താണ്. അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഒരു മനുഷ്യനെ ഒരാൾ കൊന്നാൽ, അകാരണമായി ഒരു നിരപരാധിയായ ഒരു സാധുവിനെ കൊന്നാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ്. വമൻ അഹ്യാഹ, ഒരാളെ ജീവിക്കാൻ അനുവദിച്ചാൽ, ഒരാൾക്ക് ജീവിക്കാനുള്ള സഹായം നൽകിയാൽ, ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ, എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള സൗകര്യം കൊടുത്തതുപോലെയാണ്, സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതുപോലെയാണ്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന അത്യാപത്ത് ബാധിച്ച സഹോദരനെ നമസ്കാരം ഒഴിവാക്കി സഹായിക്കലാണ് ആ സമയത്ത് നമ്മുടെ ബാധ്യത. പിന്നീട് നമുക്ക് നമസ്കാരം മടക്കി നമസ്കരിക്കാവുന്നതാണ്. ആ ജമാഅത്തിൻ്റെതായി നിയ്യത്തുള്ളത് കൊണ്ട് തന്നെ നിയ്യത്തിനനുസരിച്ചാണല്ലോ പ്രതിഫലം നൽകുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം അറിയുന്നത്. അതുകൊണ്ട് നമുക്കതിന്റെ പ്രതിഫലമൊന്നും കുറവ് വരില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുത്തുള്ള തീരുമാനമാണ്. നാം ആ സമയത്ത് ഈ സാധുവിനെ, ആ വീണ് കിടക്കുന്ന രോഗിയെ സഹായിക്കലാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ തെളിവ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖത്ലിൽ അസ്വദൈൻ, രണ്ട് കറുത്ത ജീവികളെ എവിടെ? ഫീ സ്വല, നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ പോലും കൊല്ലാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. ഒന്ന് തേളും ഒന്ന് പാമ്പുമാണ്. വിഷത്തേളുകളെയും അതേപോലെ സമീപത്തു കൂടി അപകടകരമായി സഞ്ചരിക്കുന്ന പാമ്പിനെയും നമസ്കാരമാണെങ്കിൽ പോലും ആ നമസ്കാരത്തിൽ നിന്ന് ഒഴിവായി അതിനെ കൊന്നുകളയണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമീപത്ത് ബുദ്ധിമുട്ടുന്ന, ബോധരഹിതനായി വീഴുന്ന, മരണത്തോട് മല്ലിടുന്ന ഒരാൾ നമ്മുടെ അടുത്ത് നിസ്കരിച്ചാൽ, പെട്ടെന്ന് കുഴഞ്ഞു വീണു, ബോധം കെട്ട് വീണു എങ്കിൽ അയാളെ സഹായിക്കലാണ്, അയാൾക്ക് അഥവാ ശുശ്രൂഷ നൽകലാണ് നാം ആ സമയത്ത് ചെയ്യേണ്ടത്. അതിനുശേഷം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ അത് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം? മടക്കി നമസ്കരിക്കാവുന്നതാണ്. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.